Hi friends, welcome to our channel Teaching World Success. ഇന്നത്തെ പുതിയൊരു സീരീസും കൂടി തുടങ്ങുകയാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷ മെയ് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ്, അതായത് ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് അത്ര പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മാസം കൊണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒരു PYQ ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി വായിച്ചു പോവുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് സമാധാനത്തിൽ പോർഷൻസ് ഒക്കെ കവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തൊട്ട് അങ്ങനെ ഒരു സീരീസും കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഹെൽപ്പിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ, അതായത് 072/2025 ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് എടുക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിച്ചാണ് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പോർച്ചുഗീസ് ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തി. നമ്മളെല്ലാരും പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? അതുപോലെ 1500 പെദ്രോ അൽവാറസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോ ഡ ഗാമ 2ാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോഴത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായിട്ടുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1ഉം 2ഉം പ്രസ്താവനകൾ മാത്രം ശരി, 1ഉം 3ഉം ശരി, 3ഉം 4ഉം പ്രസ്താവനകൾ ശരി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഈ ടെക്സ്റ്റിനകത്തുള്ള, ഈ റാങ്ക് ഫയലിനകത്തുള്ള റിലേറ്റഡ് ഫാക്ട്സ് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളിൽ നിന്നുള്ള പോർച്ചുഗീസുകാരെ കുറിച്ചാണല്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഒന്ന് നോക്കിയതിന് ശേഷം ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസും കൂടി നമുക്ക് വായിക്കാം. അപ്പോ ഇന്നത്തെ ടോപ്പിക്ക് പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇലക്ഷൻ സമയം ആയതുകൊണ്ടാണ് സ്പീക്കറിൽ കേൾക്കുന്നത് കേട്ടോ. സോറി ഫോർ ദാറ്റ്. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സ്റ്റാർട്ടിങ് എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ കച്ചവടത്തിനായി കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം എന്താണ്? 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കാൻ കാരണമായത്. അപ്പൊ ഒന്നും കൂടി പറയാം. പോർച്ചുഗീസുകാർ എന്നാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. വർഷം എന്നാണ്? 1497. അപ്പോ വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നും 1497. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയതെന്നാണ്? 1498 മെയ് മാസം 20. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിലുള്ള കിട്ടിയ ഓപ്ഷൻ കിട്ടിയല്ലേ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് 1498 മെയ് മാസം 20. ഇന്ത്യയിലേക്ക് അയച്ച രാജാവിന്റെ പേരെന്താ? പോർച്ചുഗീസ് രാജാവ് മാനുവൽ 1. ഇനി വാസ്കോ ഡ ഗാമ എവിടെയാണ് വന്നിറങ്ങിയത്? കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്
വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. ഇനി വാസ്കോഡ ഗാമയുടെ യാത്ര തുടങ്ങിയ കപ്പലിന്റെ പേര്, അല്ലെങ്കിൽ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ. ഈ വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും ബെറിയോ എന്നും പറയുന്നത്. അപ്പൊ സെന്റ് ഗബ്രിയേലിലാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത്. വാസ്കോഡ ഗാമയെ അനുഗമിച്ച മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും ബെറിയോയും. സെന്റ് റാഫേൽ, ബെറിയോ. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. ലിസ്ബണിൽ നിന്നും യാത്ര തുടങ്ങിയ വർഷം 1497. ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? 1502. മൂന്നാമതും അവസാനവുമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം 1524. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 3 വർഷം ഓർമ്മിച്ച് വെക്കുക. വന്നത് 1498 മെയ് മാസം 20 രണ്ടാമത് വന്നത് 1502. മൂന്നാമതായും അതുപോലെ അവസാനവുമായിട്ടും ഇന്ത്യയിൽ വന്ന വർഷം 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെത്തിയ വർഷവും 1524 അപ്പോ 1524 രണ്ട് പ്രത്യേകത, ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് ബാക്കി പറയാം. വാസ്കോഡ ഗാമ അന്തരിച്ചത് എന്നാണ്? 1524 ഡിസംബർ 24. അപ്പൊ 1524 3 പ്രത്യേകതകൾ. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷമാണ് 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. ഇനി ഈ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളി ഏതാ? സെന്റ് ഫ്രാൻസിസ് പള്ളി. എവിടെയാണുള്ളത്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. എവിടെയാ? കൊച്ചിയില്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അതെന്നാണ്? 1539. അപ്പൊ ഈ ഒരു പേജിൽ തന്നെ കുറെ വർഷം പറഞ്ഞു. ഇന്ത്യയില് കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാര്. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ ആൻസർ. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കാൻ കാര്യം എന്താ? 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? 1498 മെയ് മാസം 20 കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങിയത്. ഇന്ത്യയിലേക്ക് അയച്ചതാരാ? മാനുവൽ. പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഫസ്റ്റ് ആണ്. ലിസ്ബണിൽ നിന്നും 1497 യാത്ര തുടങ്ങിയത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകൾ സെന്റ് റാഫേൽ ആൻഡ് ബെറിയോ. വാസ്കോഡ ഗാമ തിരിച്ച് ലിസ്ബണിലേക്ക് പോയ വർഷം 1499. ഈ വാസ്കോഡ ഗാമ 3 തവണ വന്നിട്ടുണ്ട്. അതില് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തത് 1502. മൂന്നാമതും അവസാനവുമായിട്ട് വന്ന വർഷം 1524. ഇനി വാസ്കോഡ ഗാമ വൈസ്രോയി ഇന്ത്യയിലെത്തിയ വർഷവും 1524. ഇനി വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം എന്നാ? 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം എവിടെ അടക്കം ചെയ്തിരിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം എന്ന? 1539. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ ആരാണ്? വാസ്കോഡ ഗാമ. ഇങ്ങനെ വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചാരെന്നറിയാവോ? മാനുവൽ രാജാവ്. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇതും PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്തത് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്, സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. എന്നാൽ ഇവിടെ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ സമയത്ത് സെന്റ് ജെറോണിമസ് അല്ലെങ്കിൽ ജെറോണിമസ് കത്തീഡ്രലിലാണ് അടക്കിയിരിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയുടെ പേരെന്താണ്? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതെവിടെയാണെന്നറിയാവോ? ഗോവ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗോവ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ
കോവിൽഹ. ഫെറോ ദ കോവിൽഹ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? കോവിൽഹ. ഇനി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ് എന്ന് ചോദിച്ചാൽ ബർത്തലോമിയോ ഡയസ് ആണ്. അപ്പോ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഏത് വർഷം? 1488 ബർത്തലോമിയോ ഡയസ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാ? പെഡ്രോ അൽവാറസ് കബ്രാൾ. പെഡ്രോ അൽവാറസ് കബ്രാൾ 1500 കേട്ടോ. കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അൽവാറസ് കബ്രാള്, അതുപോലെ അൽമേഡ, അൽബുക്കർ, ഇതൊക്കെ തന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ തന്നിട്ട് മാച്ച് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഓൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് അത്രയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് വായിച്ചു വെച്ചേക്കാം. അപ്പൊ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയത് പെഡ്രോ അൽവാറസ് കബ്രാൾ ആണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാറസ് കബ്രാൾ തന്നെയാണ്. പണ്ടകശാല സ്ഥാപിച്ചതും അൽവാറസ് കബ്രാൾ. ശക്തമായ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 1509 വർഷം. ആ വർഷം പഠിച്ചില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച ആരാ? അൽവാറസ് കബ്രാൾ. അൽവാറസ് കബ്രാൾ എന്ന് പറയുന്നത് ആരാണ്? വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാറസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചതും അൽവാറസ് കബ്രാൾ ആണ്. ഇനി ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയത്തിന് ഒരു പേരുണ്ട്. എന്താണ് ആ നയം? ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജല നയം എന്ന് പറയും. ബ്ലൂ വാട്ടർ പോളിസി എന്താണ്? ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുക, അതിൽ കൂടി സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസുകാരുടെ വ്യാപാരം വളർത്തിയെടുക്കുക എന്നതാണ് നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്ലൂ വാട്ടർ പോളിസി, നീല ജല നയം എന്ന് പറയുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ഏതാണ്? അൽമേഡ. അപ്പൊ അൽമേഡയുമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നീല ജല നയം, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പൊ ഒന്നാമത്തേത് ഏതാ? ഇന്ത്യയിലെ ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാ? ആദ്യത്തെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ ആളാരാ? അൽബുക്കർക്ക്. ഒന്നാമത്തത് അൽമേഡ, രണ്ടാമത്തത് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് പക്ഷെ ആരെയാണ്? അൽബുക്കറിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് വൈസ്രോയിയായ ആദ്യത്തെ ആള് അൽമേഡ ആണെങ്കിലും ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അൽബുക്കറിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. അപ്പൊ അൽബുക്കറിനെ കുറിച്ചുള്ള രണ്ട് ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. അതുപോലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും അൽബുക്കറാണ്. മൂന്നാമത് പഠിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്ക്. എല്ലാം കൂടി കേൾക്കുമ്പോൾ മാറിപ്പോകരുത് കേട്ടോ. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും ആരാണ്? അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്.
പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയും, മിക്സഡ് കോളനി സിസ്റ്റം. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. അപ്പൊ മിശ്ര കോളനി വ്യവസ്ഥ എന്നൊരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ അവിടെ അൽബുക്കർക്ക് എഴുതണം. നീലജല നയം എന്ന് കേട്ടാൽ ആരെ എഴുതണം? അൽമേഡ. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. അപ്പൊ അൽബുക്കറിനെയും അൽമേഡയും ഒന്നും കൂടി പറഞ്ഞതിന് ശേഷം ബാക്കി പോകാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ആദ്യം അൽബുക്കറിനെ കുറിച്ചുള്ള ഒരു 5-6 പോയിന്റ് ഉണ്ടായിരുന്നു, അത് മൊത്തം പറയാം കേട്ടോ. എന്തായിരുന്നു അൽബുക്കറിനെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം കൊടുത്തതാരാ? അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർ. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇനി പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിലായിരുന്നു, അവിടെ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും ആരാണ്? അൽബുക്കർക്കാണ്. ഈ 6 പോയിന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അൽബുക്കറിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ 6 പോയിന്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി അതുപോലെ അൽമേഡയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയും അൽമേഡയാണ്. അൽമേഡയെ കുറിച്ച് ആ 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം. അൽബുക്കർക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് പോർച്ചുഗീസുകാരുടെ സംഭാവനകളെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 വർഷം ഓർമ്മിക്കുക, 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയുണ്ട്, അതാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട എവിടെയാണ്? കോഴിക്കോട്. അപ്പൊ ആരുടെ ആക്രമണത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്? കുഞ്ഞാലി മരക്കാരുടെ ആക്രമണത്തെ നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയൻകോട്ട, കോഴിക്കോട്. ഇനി ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർക്ക് ഒരു പേരുണ്ട്, ന്യൂനോ ഡ കുൻഹ. ഇത് അധികം കേൾക്കാത്തൊരു പേരാണ്. ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ന്യൂനോ ഡ കുൻഹ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി. അപ്പോ ഗോഥിക് ശൈലി ആരുമായിട്ട് ബന്ധപ്പെട്ടു? പോർച്ചുഗീസ് ആണോ ഡച്ച് ആണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഗോഥിക് ശൈലി 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ്. എന്താണ്? വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി എന്ന് പറയുന്നത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമേഡ. അൽമേഡ നമ്മുടെ അവിടെ 2 പോയിന്റ് പഠിച്ചു. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നും ബ്ലൂ വാട്ടർ പോളിസി എന്നും പഠിച്ചു. അതിന്റെ കൂടെ ഒന്നും കൂടെ ചേർക്കാം, സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേഡയാണ്. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ്? കണ്ണൂർ. ചാലിയൻകോട്ട കോഴിക്കോട്. ആഞ്ചലോസ് കോട്ട കണ്ണൂർ 1505. ചാലിയൻകോട്ട നിർമ്മിച്ചത് 1531. അതുപോലെ ഇനി ഒരു കോട്ടയും കൂടെ പറയുന്നു, മാനുവൽ കോട്ട. എന്താണ് മാനുവൽ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. എന്നാ നിർമ്മിച്ചത്? 1503 നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്നറിയപ്പെടുന്നത് എന്താണ്? മാനുവൽ കോട്ടയാണ്. അപ്പോ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ നിർമ്മിതി എന്നറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ഇനി പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ആഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്ന കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ടയ്ക്ക് ഒരുപാട് പേരുണ്ട്. ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ആഴിക്കോട്ട, കൊച്ചിൻ കോട്ട. ഇതെല്ലാം അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. അപ്പോ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാ? അൽബുക്കർക്ക്. അപ്പൊ 3 കോട്ടകളുടെ കാര്യം പറഞ്ഞു. അതിൽ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്നറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ടയുടെ മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട,
ആയക്കോട്ട, ആഴിക്കോട്ട, കൊച്ചിൻകോട്ട. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതുപോലെ വേറൊരു കോട്ടയുടെ കാര്യം പറഞ്ഞു. ചാലിയൻകോട്ട, കോഴിക്കോടാണ് ചാലിയൻകോട്ട. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ചാലിയൻകോട്ട. ചാലിയൻകോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറുടെ പേരാണ് ന്യൂനോ ഡി കുൻഹ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ ഒരു വാസ്തുവിദ്യാ ശൈലിയുണ്ട്. ഏതാണ്? ഗോത്തിക് ശൈലി. സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെയാ? കണ്ണൂർ. നിർമ്മിച്ചതാരാ? അൽമേഡ 1505. അടുത്തത്, ഇന്ത്യയിൽ ഗോഥിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. അതെവിടെയാ? നമ്മുടെ വാസ്കോഡ ഗാമയെ അടക്കം ചെയ്ത പള്ളി. സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. അതുപോലെ മറ്റൊരു പള്ളിയും കൂടിയുണ്ട്, ബോം ജീസസ് പള്ളി, അത് ഗോവ. അപ്പോ ഗോഥിക് ശൈലിയിൽ പണികഴിപ്പിച്ച 2 പള്ളികളുടെ പേര് പറഞ്ഞു. സെന്റ് ഫ്രാൻസിസ് പള്ളിയും ബോം ജീസസ് പള്ളിയും ഗോവയിലുള്ളത്. സെന്റ് ഫ്രാൻസിസ് പള്ളി, ബോം ജീസസ് പള്ളി. ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നു. മട്ടാഞ്ചേരി പാലസ്. ഇത് പിന്നീട് ഡച്ചുകാരാണ് പുതുക്കി പണിതത് കേട്ടോ. അതുകൊണ്ട് അതിനെ പിന്നീട് ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെട്ടു. മട്ടാഞ്ചേരി പാലസ് ആർക്ക് വേണ്ടിയിട്ടാണ്? കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് 1555. അത് പിന്നീട് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു പുതുക്കി പണിതതോടുകൂടി 1663. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച ആരാണ്? പോർച്ചുഗീസുകാരാണ്. എവിടേക്കാണ്? കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാര്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആപ്പിക്ക, മരിച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇനി ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. അതെല്ലാവർക്കും അറിയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചവിട്ട് നാടകത്തെ ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. ഇനി ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയായിരിക്കും? കൊച്ചിയിലായിരിക്കും. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലം കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. ബാക്കി ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അധികം ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വായിച്ചത് കേട്ടോ. ഇനി കുഞ്ഞാലി മരക്കാർ നാലാമനെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ വെച്ച് വധിച്ചു? ഗോവയിൽ വെച്ച് വധിച്ചു. വർഷം എന്ന? 1600. കുഞ്ഞാലി നാലാമനെ സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചു. അപ്പൊ കുഞ്ഞാലി നാലാമനെ വധിച്ചത് 1600 ഗോവയില്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. അറബി ഭാഷയിലാണ് കേട്ടോ. ഷെയ്ഖ് സൈനുദ്ദീന്റെ കൃതിയുടെ പേരെന്താണ്? തുഫത്തുൽ മുജാഹിദീൻ. ഇതിൽ എന്തിനെ കുറിച്ചാ പറയുന്നത്? പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച്, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ, അറബി ഭാഷയില്. ഇനി പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ 2 പോയിന്റും കൂടി പഠിക്കാം. ഒന്ന്, കണ്ണൂർ സന്ധി 1513. കണ്ണൂർ സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു? പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ നടന്ന സന്ധിയാണ് കണ്ണൂർ സന്ധി 1513. ഇനി മറ്റൊന്ന്, പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ തന്നെയാണ്. അത് പൊന്നാനി സന്ധി എന്നറിയപ്പെടുന്നു 1540. അപ്പൊ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ 2 സന്ധികളുണ്ട്. ഒന്ന് കണ്ണൂർ സന്ധി 1513, 1513 ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. 1513 കണ്ണൂർ സന്ധി 1513, പൊന്നാനി സന്ധി 1540. ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ സന്ധി 1513, പൊന്നാനി സന്ധി 1540. ശരി, ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ TYQലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫുൾ 4 ഓപ്ഷനും തന്നിരിക്കുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ളതാണ്.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് വർഷങ്ങളുണ്ട്, പള്ളികളുണ്ട്, കോട്ടയുണ്ട്. ഇതൊന്ന് ഓർത്തെടുക്കുക. ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല, എനിക്ക് വീഡിയോ ലെങ്ത് കൂടിപ്പോകും കേട്ടോ. അതുപോലെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതുപോലെ ഒരു ബോർഡിൽ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ്സ് വെച്ചിട്ട് ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കാൻ പറ്റും എന്തൊക്കെയാണ് ആ വർഷം നടന്നത്, അതെവിടെയാണ്, എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും. അപ്പൊ പോർച്ചുഗീസുകാരുടെ കുറിച്ചുള്ള കാര്യങ്ങളും BYQ ക്വസ്റ്റ്യൻ എല്ലാം ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.